നമസ്തേ, രാധേ കൃഷ്ണ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജഗന്നാഥ് പുരിയിലെ മഹാപ്രസാദത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഇപ്രാവശ്യം നമ്മൾ ജഗന്നാഥ് പുരിയിലെ മഹാപ്രസാദം വെച്ചു കൊടുക്കുന്ന ചടങ്ങാണ് പറയുന്നത്. ഈ ഭോജനങ്ങളൊക്കെ നിവേദിക്കുന്ന സമയത്തും ഈ ഭോജനങ്ങളൊക്കെ ജഗന്നാഥൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ളൊരു വേറൊരു ചടങ്ങുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പൂജാരി ജഗന്നാഥൻ്റെ മുമ്പിൽ പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് പോകും. അതിൽ ജഗന്നാഥൻ്റെ പ്രതിബിംബം കാണുകയാണെങ്കിൽ ജഗന്നാഥൻ അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ജഗന്നാഥൻ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അമ്പലത്തിലുള്ളവരൊക്കെ മനസ്സിലാക്കാറ്. പിന്നെ ഒരിക്കൽ ഭോജനം ഇതേപോലെ നിവേദിച്ചപ്പോൾ ജഗന്നാഥൻ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളമായിട്ട് ജഗന്നാഥൻ്റെ മുമ്പിൽ പോയപ്പോൾ ജഗന്നാഥൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ കാണാൻ പറ്റിയില്ല. അപ്പം എല്ലാവർക്കും പേടിയായി. ഇതെന്ത് പറ്റി, പ്രതിബിംബം കാണുന്നില്ലല്ലോ, ജഗന്നാഥൻ സ്വീകരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും പേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് രാജാവിൻ്റെ അടുത്ത് വരെ എത്തി ഈ കാര്യം. ജഗന്നാഥൻ ഇത് സ്വീകരിച്ചിട്ടില്ല, ഭോജനം സ്വീകരിച്ചില്ല എന്നുള്ളത്. അങ്ങനെ രാജാവ് വന്നു, രാജാവും കൊടുത്തു നോക്കി, ഒന്നും നടക്കണില്ല. കുറേ ശ്രമിച്ചു, നടക്കണില്ല. അവസാനം രാജാവ് പറഞ്ഞു, ഇനി ജഗന്നാഥൻ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടെ ഉപവാസം തുടങ്ങി അമ്പലത്തിൽ തന്നെ ഇരുന്നു. അങ്ങനെ രാജാവ് അവിടെ ഉപവാസം എടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണ് രാജാവിന് ഒരു അശരീരി കേൾക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ജഗന്നാഥൻ പറയായിരുന്നു, ഞാനൊരു വയസ്സായ ഒരു അമ്മേൻ്റെ അടുത്തോട്ട് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാരണം അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്നെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് അവരെന്നെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തോട്ട് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി ഞാനിവിടെ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഭോജനം വെച്ചിട്ട് പിന്നെയും ഇതേപോലെ ജഗന്നാഥൻ സ്വീകരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളമായിട്ട് ജഗന്നാഥൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അതിൽ ജഗന്നാഥൻ്റെ ബിംബം കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ജഗന്നാഥൻ ഭക്ഷണം സ്വീകരിച്ചോ എന്നറിയുന്നതിൻ്റെയും ചടങ്ങുകളൊക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, മഹാപ്രസാദത്തിൽ 56 വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളുള്ളതെന്ന്. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലത്ത് യശോദാദേവി ശ്രീകൃഷ്ണന് 8 നേരം ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. അത്രയും വിശപ്പായിരുന്നു ശ്രീകൃഷ്ണന്. പിന്നെ ആ ഗോവർദ്ധന പർവ്വതം എടുത്തിരുന്ന സമയത്ത് ആ 7 ദിവസവും നമ്മുടെ കണ്ണൻ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആ ഗോവർദ്ധന പർവ്വതം താഴ്ത്തി വെച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാ ഗോപിമാരും നമ്മുടെ കണ്ണന് ഈ 7 ദിവസം 8 നേരം കൊടുക്കേണ്ട ഭക്ഷണം ഒന്നിച്ച് കൊടുത്തു. എന്ന് വെച്ചാൽ 7 × 8 56. അതാണ് 56ൻ്റെ കണക്ക്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണുന്ന വരെ രാധേ കൃഷ്ണ.